കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ മനുഷ്യത്വരഹിതമായ തൊഴിൽ പീഡനം നടന്നെന്ന ആരോപണത്തിൽ വഴിത്തിരിവ്. നടന്നത് തൊഴിൽ പീഡനമല്ലെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണുന്ന യുവാവ് പോലീസിനും തൊഴിൽ വകുപ്പിനും മൊഴി നൽകി. ലഹരിക്കടിമയായ മുൻ ജീവനക്കാരൻ മാസങ്ങൾക്ക് മുൻപ് നിർബന്ധിച്ച് ചിത്രീകരിച്ചതാണ് വീഡിയോയെന്നും സ്ഥാപന ഉടമയെ മോശക്കാരനാക്കാനായി തന്റെ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും യുവാവ് മൊഴി നൽകി. മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പൊ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് തന്നെ എന്നിട്ട് ഈ വീഡിയോയിലുള്ള ഒരു ഇത് ഞങ്ങളാണ് ചെയ്യിപ്പിച്ച് ഇങ്ങനെയാണ് മൊബൈൽ സാറിനെതിരെയാണ് കേസ് നടന്നിരിക്കുകയാണ് അവരിപ്പോ പറയുന്നത്. സംഭവം ഇതല്ലേ യാഥാർത്ഥ്യം. ഞങ്ങൾ മനഃപൂർവ്വം മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യിപ്പിച്ചാണ്. അത് എവിടെ വന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതിനുള്ള മാനസികാവസ്ഥ ഞങ്ങളെ വീട്ടുകാർ കുടുംബം എല്ലാം ഉള്ളതാണ് നമ്മളെന്ന് പറയണമെങ്കിൽ ആ മനാഫ് എന്ന വ്യക്തിയെ നല്ലതുപോലെ പിടിച്ചവന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാർ സാറുമാരുണ്ട് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവർക്കും എവിടെ വന്ന് പറയുന്നത് സപ്പോർട്ടാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ നമ്മൾ പറയുന്നത്. നമ്മൾ ഉള്ള സത്യം പഠിച്ചോന്ന് വെച്ച് പറയണമെങ്കിൽ സത്യം ഉള്ളത് നമ്മൾ പറയണേ. ഉള്ള കാര്യം അവനെ നല്ലപോലെ നല്ല ഇതിനുള്ള ഇങ്ങനെയുള്ള വ്യക്തികളെയൊന്നും ഇവിടെ കേരളത്തിൽ വെച്ചിരുന്ന കാര്യമില്ല. അവനെ നല്ലപോലെ അതിനുള്ള കേസും കാര്യങ്ങളും ഈ വിഷ്വല് പുറത്തു വിടുന്ന സമയത്ത് നിങ്ങളെ വിളിക്കുകയോ അങ്ങനെയില്ല. ഞങ്ങൾ ഈ വിഷ്വല് പുറത്തു വിട്ടപ്പോൾ എന്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകെ യാദൃശ്യപ്പെടാം. വീട്ടിൽ വിളിച്ചിട്ട് അതെന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളില്ല. അപ്പില്ല നമ്മളിങ്ങനെ പറഞ്ഞ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാവുന്നില്ല. ഇതിങ്ങനെയാണ് ശരിക്കും എല്ലാ ന്യൂസും എല്ലാം ലോകം ഫുള്ള് നമ്മൾ വിചാരിച്ചിരിക്കുന്ന. ഞങ്ങൾക്ക് ഇനി പുറത്തെടുക്കുക നടക്കുന്നെങ്കിൽ നമുക്കത് പിന്നീട് ഞങ്ങൾക്കത് പ്രശ്നം വരും. ഈ പ്രശ്നം ഈ മനാഫ് എന്ന വ്യക്തി ഞങ്ങളോട് വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെയൊന്നും ഇല്ല, ഫേക്ക് ന്യൂസ് ആണ്, മീഡിയയിൽ മുഖേന ഇത് ഞങ്ങളെ നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ന്യൂസിൽ പുറത്ത് നാട്ടിൽ എല്ലാവരും ഈ യാഥാർത്ഥ്യം എല്ലാവർക്കും ഒരു ന്യൂസ് ഫേക്ക് ന്യൂസ് ആണെന്ന് അറിയുള്ളൂ.